ഹലോ ഗായ്സ്, മോർണിംഗ്. ഇങ്ങനെ സെക്കൻഡ് ഡേ രാവിലെ ആയി, മോർണിംഗ് ആയി. ഞാനിപ്പം മറ്റേ കസീനോ ഒക്കെ കളിക്കുന്ന സ്പേസിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനെന്തോ ഒരു പേര് പറയും, ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പം സെക്കൻഡ് ഡേ മോർണിംഗ് ആയി. രാത്രി ഉറങ്ങിയപ്പോൾ ഒരു സമയമായി. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് 9 മണി വരെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് നല്ല ഡൈനിങ്ങിൽ നല്ല അടിപൊളി ഫുഡ്. അതുകൊണ്ട് അത് മിസ്സാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിപ്പോൾ ഉറക്കം പോയാലും കുഴപ്പമില്ല. അതുകൊണ്ട് രാവിലെ എണീറ്റ് ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുക. അപ്പം കഴിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അടിപൊളിയായിരുന്നു. ഇന്നലെ സിംഗിൾസ് മീറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് സിംഗിൾസ് ആയിട്ടുള്ള ആണും പെണ്ണും എല്ലാം കൂടി റൂമിൽ വരും. തമ്മി ആരെങ്കിലും കാണും. ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തമ്മി എൻഗേജ്ഡ് ആവാം. എൻഗേജ്ഡ് മീൻ തമ്മി സംസാരിച്ച് കരയിലോ കിട്ടുന്നില്ല, വെള്ളത്തിലും കിട്ടുമോ നോക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അതെ കഴിക്കാനായിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങുന്നു. കപ്പലിറങ്ങി കേട്ടോ. കപ്പലിറങ്ങിയിട്ട് 5 മിനിറ്റ് നടക്കണം. 5 മിനിറ്റ് നടന്ന് അവിടെ ഒരു ബ്രിഡ്ജ് പോലെ കേട്ടോ. ആ ബ്രിഡ്ജിൻ്റെ അവിടെ വരെ നടക്കണം. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നടന്ന് ആ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് അതാണ് ഐലൻഡ്. ഇത് ഇവരുടെ ലോക്കൽ ഐലൻഡ് കേട്ടോ. റോയൽ കരീബിയൻ എന്ന് പറയുന്ന കമ്പനിയുടെ ലോക്കൽ ഐലൻഡാണ്. അതായത് അവിടെ നമ്മൾ വരുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഐലൻഡ് അവന്മാർ ഉണ്ടാക്കിയിട്ട്, എനിക്ക് തോന്നുന്നു അപ്പുറത്തോട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അല്ലാതെ അവിടുത്തെ നാഷണാലിറ്റീസ് കാണുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ റോയൽ കരീബിയൻ്റെ കുറച്ച് കണ്ട് ഇതുണ്ടോ, ഈ അത്യാവശ്യം കളർഫുള്ളായിട്ടൊക്കെ ഇട്ടേക്കുന്നുണ്ട്. അതൊക്കെ റോയൽ കരീബിയൻ്റെ തന്നെ ഏരിയകളാണ്. കപ്പൽ വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടോ, ഇത്രയും ഉണ്ട് കപ്പൽ. ഈ കപ്പലിലാണ് നടന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അറ്റത്തുനിന്ന് ഈ ഒരു അറ്റം വരെ വരാൻ തന്നെ ഒരു 15 മിനിറ്റ് എടുക്കും. ഇതിൻ്റെ അകത്തൂടെ നടന്ന് വരണം. ഈ സൈഡിൽ കാണുന്ന എല്ലാ റൂമുകളാണ് കേട്ടോ. ഏകദേശം 4600ഓളം പേരുണ്ട് ഈ കപ്പലിൻ്റെ അകത്ത്. അങ്ങനെ ഡൗൺ ടൗണിലെത്തി കേട്ടോ. ഇതാണ് നസേ ഡൗൺ ടൗൺ. ഡൗൺ ടൗണിലെത്തി. ഡൗൺ ടൗണിൽ കൂടെ നടക്കുക. ഇഷ്ടം നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടം പോലെ ഇവിടെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോന്നൊക്കെ വേണോ, ബസ് ടൂർ വേണോ, കപ്പൽ യാത്ര, ബോട്ട് യാത്ര വേണോ, കടലിലൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പുറകെ വരും. ഓരോ ഷോപ്പ്, കടകൾ എല്ലാം ഉണ്ട്. ഇവിടുത്തെ തന്നെ ആൾക്കാരാണ് കേട്ടോ. ഇവിടുത്തെ തന്നെ ആൾക്കാർ. നമ്മുടെ നാട്ടിലെ പോലെ വിളിക്കും, ബാബാ കയറുക, പൈനാപ്പിൾ വേണോ, ആപ്പിൾ വേണോ, ചായ വേണോ, ചായ. ഇതെന്ത് ഭംഗിയായിട്ട് ഇവരിത് ചെയ്തു വെച്ചേക്കുന്നതെന്ന് കണ്ടോ. ഓരോന്നാണെങ്കിലും നല്ല അടിപൊളിയായിട്ട്. ചുമ്മാതാണോ കപ്പൽ ഫുള്ളായത്? കാരണം ഒരു സ്ഥലത്തെ ഗവൺമെൻറ് അതിനനുസരിച്ച് ഇനിഷ്യേറ്റീവ് എടുത്താലല്ലേ ടൂറിസ്റ്റ് വരുള്ളൂ.
അതിനനുസരിച്ച് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കപ്പൽ ഫുള്ള് 4600 ആൾക്കാരുണ്ടായിരുന്നു. കപ്പൽ ഫുള്ള് ഒറ്റ റൂം പോലും വേക്കൻ്റ് ഇല്ലായിരുന്നു. നമ്മൾ പുറകെ ഒന്നും വിടത്തില്ല കേട്ടോ. ബീച്ച് ബഗ്ഗി വേണോ ടാക്സി വേണോ എന്നൊക്കെ ചോദിച്ചോണ്ട് പുറകെ വരും. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം അലിഞ്ഞു തിരിഞ്ഞ് തളർന്ന് ഒരു പരുവമായി. നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഉടുപ്പല്ല. ഇതിവിടെ വന്നപ്പോഴത്തേനെ ഞാൻ പ്രത്യേകിച്ച് എന്നാൽ പിന്നെ അല്പം ഇവിടുത്തെ വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. അങ്ങനെ ഇവിടുത്തെ ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നപ്പോഴത്തേനെ ഇങ്ങനൊരു ഉടുപ്പെടുത്തു. ഞാനും ആദ്യം വിചാരിച്ചത്, ക്യാമറ നോക്കിയപ്പോൾ ഞാനും വിചാരിച്ചത് പിന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഉടുപ്പിട്ടേക്കുന്നതെന്ന്. പിന്നെ മനസ്സിലായി, നോക്കിയപ്പോൾ കൊള്ളാം, എന്തോ അത് മീനാണോ? എന്തൊക്കെയുണ്ട് കേട്ടോ, മീനും മത്തി നെത്തോലിയൊക്കെ ഉണ്ട്. തിരിച്ച് കയറുക കേട്ടോ. അതായത് പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യാനില്ല. ബീച്ചിൽ പോകണം. ബീച്ചിൽ പോകാനായിട്ട് ഒരാൾക്ക് $25. ഞങ്ങൾ 6 പേര് $150. ഭയങ്കര കൂടുതലാണ്. അവൻ ആദ്യം പറഞ്ഞ $40. $40 × 6 240 പേര്, 240 രൂപ. 240 രൂപയ്ക്ക് എന്തോ ഒരു ഏത്തപ്പഴം മേടിച്ച് ഞാൻ ദിലീപ് പറഞ്ഞ പോലെ. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും. നമ്മൾ കാണാത്ത ബീച്ചോ? നമ്മൾ വർക്കല, കോള, എന്തോരം ബീച്ച് കണ്ടേക്കും. അപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ് തിരിച്ച് കയറുക. തിരിച്ച് കപ്പലിൻ്റെ അടിയിലെത്തി. ഭയങ്കര ഭീകരമായ ഒരു രൂപത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നതല്ല, ഒരു പർവ്വതത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നതല്ല നമുക്ക് തോന്നുന്നു കേട്ടോ. കാണിച്ചു തരാം. അതുകൊണ്ടൊരു ഇത് നമുക്ക് തന്നെ ഉള്ളിലൊരു ഒരു ഇത് തോന്നും, ഒരു ഫീലിംഗ് കിട്ടും. അതായത് എന്താണ്, ഭയങ്കര ഒരു വലിയ ഭീകരമായ ഒരു രൂപത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന പോലെ. ക്യാമറയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്തുമാത്രം തോന്നുമെന്ന് അറിയത്തില്ല. തിരിച്ച് കയറുക. ഭയങ്കര ചൂട് മീൻസ് ഒരു 21-22 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇവിടെ വന്ന് മൈനസിൽ നമ്മുടെ ബോഡി അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് ഒരു 20-22 ആയപ്പോഴത്തേനും അങ്ങ് വേർക്കാൻ തുടങ്ങി. ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മളെ നാട്ടിൽ 20-22 തണുപ്പെന്നും പറഞ്ഞ് മൂടിപ്പോച്ച് കിടന്ന് നമ്മളൊക്കെ പണ്ട്. ഇപ്പോൾ 22 ബോഡി അഡ്ജസ്റ്റ് ആയത് നമുക്ക് തണുക്കാൻ തുടങ്ങി, ചൂടെടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും എന്തായാലും തിരിച്ച് കയറുക. ഭയങ്കര വെയിലും തളർന്ന്. കഴിച്ചെല്ലാം കഴിഞ്ഞു. നോർമൽ ഡിന്നർ തന്നെയായിരുന്നു ഇന്നലത്തെ പോലെ. എല്ലാം കഴിഞ്ഞു. ഞാനിങ്ങനെ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഒരു സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു സ്ഥലം. പ്രത്യേകിച്ച് ഒന്നുമില്ല, എൻ്റെ പുറകെ കടൽ മാത്രം, വേറെ ഒന്നും കാണത്തില്ല. അതുപോലത്തെ ഒരു സ്ഥലം. എന്ത് ഭംഗിയാണെന്നറിയാമോ? സൂര്യനെല്ലാം അസ്തമിച്ച്
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് 5 മിനിറ്റ് ഞാനിങ്ങനെ നിന്ന്, അതുപോലെ ഇത്രേ ഒരു സമാധാനം. വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, വേറെ അനാവശ്യമായ സൗണ്ടുകളൊന്നുമില്ല, ഭയങ്കര പീസ്ഫുൾ, കടലിൻ്റെ ശബ്ദം മാത്രം. ഇങ്ങനെ നിൽക്കണം ഒരു 10 മിനിറ്റ്. ഭയങ്കര റിലാക്സേഷൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലൈഫിലൊന്ന് എൻജോയ് ചെയ്യണം ഇതൊക്കെ. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്. പ്രത്യേകിച്ച് പൈസ നഷ്ടമാണ്, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പൈസ എങ്ങനെയാണ് സേവ് ചെയ്തിട്ട് ഭാവിയിലേക്ക് വേണ്ടി സേവ് ചെയ്തിട്ട് എന്തിനാ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ അനുഭവിച്ചിരിക്കണം ഈ കാര്യങ്ങളൊക്കെ.